ഇന്ന് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. വ്യാഘ്രപാദ മഹർഷിക്ക് മഹാദേവൻ പത്നീസമേതനായി ദർശനം നൽകിയ വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമിയാണ് വൈക്കത്തഷ്ടമിയായി ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിന് കിഴക്കുവശത്തായി വ്യാഘ്രപാദത്തറ എന്ന പേരിൽ വലിയൊരു ആൽത്തറ കാണാം. ഈ വ്യാഘ്രപാദത്തറയുടെ മാഹാത്മ്യം വളരെ വലുതാണ്. ക്ഷേത്ര ഐതിഹ്യങ്ങളുടെ ആരംഭം തന്നെ ഈ ഒരു പുണ്യസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ഐതിഹ്യങ്ങളനുസരിച്ച് ഇവിടെ കുടികൊള്ളുന്ന ചൈതന്യത്തിൻ്റെ ആവിർഭാവം അനേകായിരം വർഷങ്ങൾക്ക് മുൻപ് ത്രേതായുഗത്തിലാണ്. ത്രേതായുഗത്തിൽ രാമായണത്തിൽ പരാമർശിക്കുന്ന ഖരൻ എന്ന അസുരൻ മാല്യവാൻ എന്ന രാക്ഷസതാപസനിൽ നിന്നും മന്ത്രോപദേശവും വാങ്ങി ചിദംബരത്ത് പോയി മോക്ഷസിദ്ധിക്കായി അതികഠിനമായ തപസ്സനുഷ്ഠിച്ചു. ഖരനിൽ സംപ്രീതനായ നടരാജമൂർത്തി ഖരൻ ആവശ്യപ്പെട്ട വരങ്ങളും ശ്രേഷ്ഠങ്ങളായ 3 ശിവലിംഗങ്ങളും നൽകി അവയെ പൂജിച്ച് മോക്ഷം നേടുവാനും അരുളി ചെയ്ത് നടരാജമൂർത്തി അപ്രത്യക്ഷനായി. ഈ ശിവലിംഗങ്ങളിലൊന്ന് വലതു കൈയിലും ഒരെണ്ണം ഇടതു കൈയിലും മൂന്നാമത്തേത് കഴുത്തിൽ ഇറുക്കിയും എടുത്തുകൊണ്ട് ഖരൻ ആകാശമാർഗേണ ദക്ഷിണദിക്കിലേക്ക് യാത്രയായി. മാർഗമധ്യേ ക്ഷീണം തീർക്കാനായി അദ്ദേഹം ഈ 3 ശിവലിംഗങ്ങളും ഭൂമിയിൽ ഇറക്കി വെച്ച് ഒന്ന് വിശ്രമിച്ചു. കുറച്ചു കഴിഞ്ഞ് യാത്ര തുടരാനായി നോക്കിയപ്പോൾ ആ 3 ശിവലിംഗങ്ങളും ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നതായി കാണുകയും ഇത് സാക്ഷാൽ നടരാജമൂർത്തിയുടെ വൈഭവം തന്നെയാണെന്ന് മനസ്സിലാക്കിയ ഖരമഹർഷി ഭഗവാനെ സ്തുതിക്കുകയും ഉടൻ തന്നെ എന്നെ ആശ്രയിക്കുന്ന ഭൂലോകവാസികൾക്ക് മോക്ഷം നൽകുന്നതിനായി ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാം എന്നൊരു അശരീരി ഉണ്ടാവുകയും ചെയ്തു. സന്തുഷ്ടനായ ഖരമഹർഷി കണ്ണു തുറന്നപ്പോൾ സമീപത്തായി മഹാതാപസ്വിയായ വ്യാഘ്രപാദ മഹർഷിയെ കണ്ടു. ഈ ശിവലിംഗങ്ങൾ യഥായോഗ്യം പൂജിച്ച് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഖരമഹർഷി യാത്ര തുടരുകയും ചെയ്തു. വ്യാഘ്രപാദ മഹർഷി പൂജിച്ച അതേ ശിവലിംഗമാണത്രേ ഇന്നും ക്ഷേത്രത്തിൽ പൂജിച്ച് ആരാധിച്ചു വരുന്നത്. മറ്റു 2 ശിവലിംഗങ്ങൾ കടുത്തുരുത്തിയിലും ഏറ്റുമാനൂരുമായി ആരാധിച്ചു വരുന്നു. ഈ 3 ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തുന്നതും പ്രാധാന്യമാണ്. അനന്തരം ഖരൻ ഏൽപ്പിച്ചു പോയ ആ ശിവലിംഗത്തെ ശ്രദ്ധാഭക്തി പുരസരം പൂജിച്ചു വന്ന വ്യാഘ്രപാദ മഹർഷിക്ക് ഒരു വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ അഷ്ടമി നാളിൽ പാർവതീ സമേതനായി ശ്രീപരമേശ്വരൻ ദർശനം നൽകി അനുഗ്രഹിക്കുകയും മേലിൽ ഈ സ്ഥലം വ്യാഘ്രപാദപുരം എന്ന പേരിൽ അറിയപ്പെടുമെന്ന് കൽപ്പിച്ച് മറയുകയും ചെയ്തു. ഈ പുണ്യമുഹൂർത്തമാണ് അഷ്ടമി ദർശനമായി ആചരിച്ചു വരുന്നത്. അഷ്ടമി ദിവസം സൂര്യോദയത്തിന് മുൻപ് ദർശനം നടത്തുന്നതാണ് അത്യുത്തമമെന്നും കരുതപ്പെടുന്നു. അഷ്ടമി നാളിൽ താരകാസുര നിഗ്രഹത്തിനായി പോയ പുത്രനായ ഉദയനാവൃത്തപ്പൻ്റെ വരവും കാത്ത് പുത്രൻ്റെ വിജയത്തിനായി പ്രാർത്ഥനകളും ക്ഷേത്രത്തിലെത്തുന്ന സകലർക്കും അന്നദാനവും നൽകി ഭഗവാൻ മാത്രം ഉപവാസമനുഷ്ഠിച്ച് കാത്തിരിക്കും. താരകാസുര നിഗ്രഹം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന പുത്രനെ സ്വീകരിക്കുകയും സമീപത്തുള്ള ദേവീദേവന്മാരോട് കൂടിയെഴുന്നള്ളത്തുകളും വലിയ കാണിക്കയും കൂടിപ്പൂജയുമൊക്കെയാണ് ഇന്ന് വൈകുന്നേരം അഷ്ടമി വിളക്കിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റ് പ്രധാന ചടങ്ങുകൾ.